ഉമ്മയുടെ പൊരുത്തവും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ സമ്പാദിച്ചവനാണ് സ്വർഗം സമ്പാദിച്ചവൻ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാ തുശ്രികൂ ബില്ലാഹ്, ലോകസിട്ടാവായ റബ്ബിനോട് നിങ്ങൾ ഒരിക്കലും പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞ ഖുർആൻ അടുത്തതായി വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാകണം, ബാപ്പനെ പരിഗണിക്കുന്ന മകനാകണം, ഉമ്മനെ പരിഗണിക്കുന്ന മകനാകണം, ഉമ്മന്റെ സന്തോഷം പരിഗണിക്കുന്ന മകനാകണം, ഉമ്മന്റെ ആഹ്ലാദം കാണുമ്പോൾ സന്തോഷിക്കുന്ന മകനാകണം, ഉമ്മന്റെ കൺകുളിർമയായി മകൻ മാറണം. അപ്പോഴാണ് അവന്റെ സ്വർഗവും നരകവും വരെ തെരഞ്ഞെടുക്കപ്പെടുന്നത് ബാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തത്തിലാണ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ ചുരുക്കം. അതുകൊണ്ടാണ് എന്താണ് എനിക്ക് എന്റെ ബാപ്പനോട് ഉമ്മനോടുള്ള കടപ്പാട് എന്നാണ് ഈ സ്വഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചത്. അപ്പൊ എന്താ പറഞ്ഞത്? മോനെ, ഉമ്മനെയും ബാപ്പനെയും കാണുമ്പോൾ ചിരിച്ചാ മതി എന്നല്ല, അവർക്ക് കിടക്കാനുള്ള സൗകര്യം കൊടുക്കണം എന്നല്ല, അവർക്ക് വീട്ടിൽ കിടക്കാൻ അതേ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നല്ല. എത്ര വിശാലമായ വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ചത്. ഹുമാ ജന്നതുകാ, ബാപ്പയും ഉമ്മയും നിന്റെ സ്വർഗമാണ്, അവര് നിന്റെ സ്വർഗത്തെ നിർണയിക്കേണ്ടവരാണ്, അവരെ പൊരുത്തത്തിലാണ് നിന്റെ സ്വർഗമെന്ന് പറയുന്നത്. ബാപ്പനെയും ഉമ്മനെയും വേദനിപ്പിക്കുന്നവന്റെ സ്വർഗം അത് ആഖിറത്തിൽ ലഭിക്കുന്ന കാര്യം വലിയ ബേജാറ് തന്നെ. ഇസ്ലാം വലിയ ഗൗരവത്തോടുകൂടെ കണ്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ഉപ്പമാരോട് പറയുന്നു, എത്ര പ്രായം ചെന്ന ബാപ്പയാണെങ്കിലും ബാപ്പാന്റെ സംസാരം ചിലപ്പം പ്രായം കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ നിന്റെ ജനറേഷന് പറ്റുന്ന രൂപത്തിലായിക്കൊള്ളണം എന്നില്ല. ആധുനിക യുഗത്തിലുള്ള നിന്റെ വലിയ ശാസ്ത്രവും വലിയ സാഹിത്യവും ബാപ്പന്റെ വായിലുണ്ടായിക്കൊള്ളണം എന്നില്ല. പുതിയ കാലത്തോട് യോജിക്കുന്ന ശൈലി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പുതിയ കാലത്തോട് യോജിക്കുന്ന രൂപത്തിലുള്ള സംസാരമായിക്കൊള്ളണം എന്നില്ല. ഇതിന്റെ പേരിൽ ന്യൂ ജനറേഷനായ ഞങ്ങളെ പരിഗണിക്കാൻ അറിയാത്ത ബാപ്പയാണെന്ന പേരിൽ, ന്യൂ ജനറേഷന്റെ മനസ്സ് തിരിച്ചറിയാൻ കഴിയാത്ത ഉമ്മയാണെന്നതിന്റെ പേരിൽ ഉമ്മനെ നിസാരപ്പെടുത്തിയാൽ, ബാപ്പനെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് വളരെ കൃത്യമായ വാക്കാണ്. ഹുമാ ജന്നതുക വനാറുക, മോനെ ആ ഉമ്മയാണ് ബാപ്പയാണ് നിന്റെ സ്വർഗവും നരകവും തെരഞ്ഞെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ബാപ്പന്റെ പൊരുത്തക്കേട് സംഭവിക്കുന്ന ഒരു സംസാരം, ബാപ്പക്ക് മനസ്സ് വേദനിക്കുന്ന ഒരു വാക്ക്, ഉമ്മാക്ക് മനസ്സ് വേദനിക്കുന്ന ഒരു വാക്ക്, അത് ഭാര്യനെ തൃപ്തിപ്പെടുത്താനാണെങ്കിൽ പോലും നമ്മളെ നാവ് കൊണ്ട് സംസാരിച്ചുകൂടാ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ആ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനെ കുറിച്ച് ഒരു ചരിത്രത്തിൽ ഒരു സ്ഥലത്ത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഓ ഹബീബായ നബിയേ, ബാപ്പ എന്നോട് ഭാര്യനെ ത്വലാഖ് ചൊല്ലാൻ ആവശ്യപ്പെടുന്നു, എന്ത് ചെയ്യണം നബിയേ? ലോകത്തിന്റെ മുഴുവനും ഗുരുവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കാനത്ത് തഹ്തി ഇംറത്തുൻ ഉഹിബ്ബുഹാ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് നബിയേ. വകാന ഉമർ യക്റഹുഹാ, പ്രിയപ്പെട്ട വാപ്പ ആ പെണ്ണിനെ ഇഷ്ടപ്പെടുന്നില്ല നബിയേ. എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, തല്ലിഖഹാ, അവളെ ത്വലാഖ് ചൊല്ലിക്കൂ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം?
സ്നേഹിച്ച് വളർത്തുന്നൊരു ബാപ്പ, ആ ബാപ്പ ഒരിക്കലും മകന്റെ ഖൈറല്ലാതെ ആഗ്രഹിക്കൂല. ഒരിക്കലും മകന്റെ ഖൈറല്ലാതെ ബാപ്പ ചിന്തിക്കൂല. ഇഷ്ടപ്പെട്ട് വളർത്തിയ ഒരു മകനെ കുറിച്ച് ഒരിക്കലും ഒരു ബാപ്പ എന്റെ മകൻ പേച്ച് കാണണമെന്ന് ചിന്തിക്കൂല. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ ബാപ്പയാകാൻ കഴിവില്ലാത്തയാളാണ്, അല്ലെങ്കിൽ ബാപ്പയാകാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തയാളാണ്, അല്ലെങ്കിൽ ബാപ്പയാകാനുള്ള മനക്കരുത്തില്ലാത്തയാളാണ്, അല്ലെങ്കിൽ മാനസികമായി എന്തെങ്കിലും രോഗത്തിന്റെ പ്രയാസമുള്ളയാളാണ്. മക്കൾ ഒരിക്കലും മോശമായി കാണണം എന്ന് ചിന്തിക്കുന്ന ബാപ്പ ഉണ്ടാകൂല. ഒരു മകനെ കുറിച്ചും ഒരു ബാപ്പയും മോശമായി കാണണമെന്ന് ചെയ്യൂല. എന്നല്ല, ഒരു ഉമ്മാന്റെ മനസ്സിൽ ഒരിക്കലും എന്റെ മകൻ എങ്ങനെയെങ്കിലും ഒന്ന് ദുഷിച്ച് കാണണമെന്ന് ചിന്തിക്കുന്നൊരു ഉമ്മ, അങ്ങനൊരു ഉമ്മ ഉണ്ടാകൂല. അതുകൊണ്ടല്ലേ എത്ര പ്രയാസപ്പെടുത്തിയാലും എത്ര തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും ഉമ്മാന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആ മകന്റെ സ്നേഹത്തെ നീക്കം ചെയ്യാൻ ഒരു മകൻ തന്നെ തീരുമാനിച്ചാലും സാധിക്കൂല. അല്ലേ? ഉമ്മാന്റെ മനസ്സിൽ നിന്ന് മകനെ വലിച്ചെറിയണമെന്ന് മകൻ വിചാരിച്ചാൽ പോലും ഉമ്മാന്റെ മനസ്സിൽ നിന്ന് വലിച്ചെറിയാൻ കഴിയൂല. ഒന്ന് വളർത്തിയ ഉമ്മാന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള സ്നേഹം അതൊരിക്കലും നമുക്ക് നീക്കാൻ കഴിയൂല. അത് ഹൃദയത്തിന്റെ ഉള്ളിൽ പതിഞ്ഞു കിടക്കുന്ന കാര്യമാണ്. എത്ര വലിയ തെറ്റ് ചെയ്താലും ചിലപ്പോൾ ബാപ്പ പറയും, നീ എന്റെ മോനല്ലടാന്ന്. ചിലപ്പോൾ ദേഷ്യം പിടിക്കുമ്പോ പറയും, അല്ലെങ്കിലോ വല്ലാതെ വെറുപ്പിക്കുമ്പോ, നീ എന്റെ മോനല്ലാന്ന് ഞാനിങ്ങ് വിചാരിച്ചോളാന്ന് പറയും. നീ എന്റെ മകനല്ലാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇനി നീ എന്ത് ചെയ്താലും കുഴപ്പമില്ലാന്ന് ചിലപ്പം വെറുപ്പ് പിടിച്ചാൽ ബാപ്പന്റെ നാവ് കൊണ്ട് ചിലപ്പം ബാപ്പ പുറത്ത് പറഞ്ഞേക്കും. മനസ്സുകൊണ്ട് പറഞ്ഞുകൊള്ളണം എന്നില്ല. നാവ് കൊണ്ട് ചിലപ്പം ബാപ്പമാര് ചിലപ്പോ അങ്ങനെ പറഞ്ഞേക്കും. പക്ഷേ നൊന്ത് പ്രസവിച്ച ഉമ്മാന്റെ നാവ് കൊണ്ട് ആ ഉമ്മാക്ക് നീ എന്റെ മോനല്ല എന്ന് പറയാ. എത്ര വലിയ തെറ്റ് ചെയ്താലും ആ ഉമ്മാന്റെ മനസ്സനുവദിക്കൂല. അത് ഉമ്മാന്റെ ഹൃദയത്തിലുള്ള സ്നേഹമാണ്, വാത്സല്യത്തോടെ വളർത്തിയ മക്കളോടുള്ള താല്പര്യമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ കാണുന്നില്ലേ, വിവാഹം കഴിഞ്ഞ് അല്പകാലം കഴിഞ്ഞ് മക്കളായി, നല്ല യൗവനമുള്ള പ്രായത്തിൽ തന്നെ യുവത്വകാലത്ത് തന്നെ ഭർത്താവ് മരിച്ചു പോയിട്ടും അതേ വിവാഹത്തിന് രണ്ടാമതായി പലരും നിർബന്ധിച്ചിട്ടും എന്റെ ചെറിയ മക്കളെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന എത്ര വിധവകളായി ജീവിക്കുന്ന ഉമ്മമാരുണ്ട്. അല്ലാഹു അവർക്കും സ്വർഗം നൽകട്ടെ. എത്ര വിധവകളായ ഉമ്മമാരുണ്ട്, അവർക്ക് ഭർത്താവ് മരിച്ചിട്ട് ജീവിതത്തിൽ യൗവനപ്രായം നീങ്ങിപ്പോയിട്ടില്ല, അവരുടെ യൗവനം നീങ്ങിയിട്ടില്ല. പക്ഷേ നൊന്ത് പ്രസവിച്ച മക്കൾക്ക് ഞാനല്ലാതെ മറ്റാരാണെന്ന് ചിന്തിച്ചിട്ട് വർഷങ്ങളോളം വിവാഹത്തിന് പോലും വിലങ്ങു നിന്നിട്ട് കാത്തിരിക്കുന്ന ഉമ്മമാരെ കണ്ടിട്ടില്ലേ? ക്ഷമയോടെ നിൽക്കുന്ന ഉമ്മമാരെ കണ്ടിട്ടില്ലേ? മക്കള് എന്ന് പറഞ്ഞാൽ അവർ ഹൃദയത്തിന്റെ ഉള്ളിൽ താലോലിക്കുന്നവരാണ്. അതുകൊണ്ടാ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ വാക്ക് കണ്ടീരിങ്ങൾ, ഖിതഅത ഖൽബി, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ, നീ എന്റെ കരളിന്റെ കഷ്ണമാണ് മോളെ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ബാപ്പമാരെ മനസ്സിലും അല്ലെ, ഏത് ഉമ്മമാരെ മനസ്സിലും അവരുടെ സ്വന്തം മക്കൾ അവർക്ക് പൊൻകുഞ്ഞാണ്. ഏത് കാക്കക്കും അവന്റെ തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. നമ്മളെ പഴയ കാലത്തുള്ള ഉമ്മമാര് ബാപ്പമാര് ചൊല്ലു പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? അല്ലെ, തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് കേട്ടില്ല? നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയില്ലേ? ഇല്ലേ, അങ്ങനെയല്ലേ പറയല്? ഇല്ലേ, ഇവിടെ പറയലില്ലേ? ആ, പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? കാക്കയാണെങ്കിലും കാക്കക്ക് കാക്കന്റെ കുട്ടി വലുതാണ്. നമുക്ക് ചിലപ്പം കാക്കാന്റെ കുട്ടി ചിലപ്പം വലുതായിക്കൊള്ളണം എന്നില്ല. അവനവന്റെ കുട്ടികൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും വലിയ സമ്പത്താണ്. ചിലപ്പോൾ അവരെ ശൂന്യവിയായ ലോകത്ത് അവരുണ്ടാക്കി വെച്ച എത്രയോ മുതലുകൾ ഉണ്ടാകാം, അവരുണ്ടാക്കി വെച്ച എന്തൊക്കെയോ സമ്പാദ്യങ്ങൾ ഉണ്ടാകാം. അതിനേക്കാളൊക്കെ എത്രയോ വാല്യുബിളായി അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവര് താലോലിച്ച് കൊണ്ടു നടക്കുന്നവരുടെ മക്കളാണ്. ആ മക്കളെ ഹൃദയത്തിൽ
അവരെത്രത്തോളം താലോലിച്ച് അവര് വളർന്നു വരുമ്പോൾ ബാപ്പനെ മറക്കുന്നവരായാൽ, ഉമ്മാനെ മറക്കുന്നവരായാൽ, അവരെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല, പ്രസംഗിക്കാൻ കഴിയുന്നതല്ല, വിശദീകരിക്കാൻ കഴിയുന്നതല്ല. അത്ര വിശാലമായതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ചുരുക്കിയിട്ട് പറഞ്ഞ വാക്കിൽ മുഴുവൻ അതിന്റെ ആഴവും ഉൾപ്പെടുത്തിപ്പോയി. എന്താണ് ബാപ്പനോട് ഉമ്മനോടുള്ള കടപ്പാട് എന്ന് ചോദിക്കുന്നു. ചുരുക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് പറഞ്ഞു, ഉമ്മാ ജന്നതുക വനാറുക, ആ ഉമ്മയാണ് വാപ്പയാണ് മോനെ നിന്റെ സ്വർഗം നിന്റെ നരകം എന്നാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുന്നത്. ആ നിലക്ക് ഉമ്മനെ പരിഗണിച്ചോളണം. ഒരു മൂമിനായ മനുഷ്യൻ സ്വർഗത്തിനെ കിട്ടാൻ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുന്നുണ്ടോ ആ ത്യാഗങ്ങളൊക്കെയും ഉമ്മാക്ക് വേണ്ടിയും അവൻ സഹിക്കണം. കാരണം ഉമ്മ എന്ന് പറയുന്നത് അത്ര വിലപ്പെട്ടതാണ്. അല്ലാഹു നമ്മളെ ജീവിച്ചിരിക്കുന്ന ഉമ്മ ബാപ്പമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആരുടെ ഉമ്മമാര് ബാപ്പമാര് മരിച്ചു പോയവരുണ്ടോ, ഹൃദയത്തിൽ വേദനിക്കുന്ന ആര് ഞങ്ങളുടെ മജ്‌ലിസിലുണ്ടോ, അല്ലാഹു അവരുടെ ഉമ്മമാരുടെയും ബാപ്പമാരൊക്കെ ഖബറുല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ.